കായംകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി M. ലിജുവിന്റെ സ്വീകരണ പര്യടനം പുതുപ്പള്ളിയിൽ നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. ലിജുവിന്റെ സ്വീകരണ പര്യടനം പുതുപ്പള്ളിയിൽ നടന്നു. പുതുപ്പള്ളി പുളിയാണിക്കൽ ജംഗ്ഷനിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലായിരുന്നാലും ശരി ജയിച്ചു വന്നാൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ രാജ്യത്തിന് മന്ത്രിസഭ രൂപീകരിക്കുവാനുള്ള അവസരം കൂടി നിങ്ങൾ കൊടുത്താൽ നിശ്ചയമായിട്ടും M. ലിജു ഈ സംസ്ഥാനത്ത് പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രിയായി തീരുമെന്നുള്ള കാര്യം ഉണ്ടാകണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊന്നും നോക്കണ്ട, ജാതി നോക്കണ്ട, മതം നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഇതൊന്നും നോക്കിയെങ്കിൽ പുതുപ്പള്ളിയിൽ ഞാൻ ആരും ആകത്തില്ലായിരുന്നല്ലോ. നമ്മളെല്ലാം അങ്ങനെ നോക്കുന്ന ആരുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുന്നതാണ്, അങ്ങനെ നോക്കാത്ത നിങ്ങളോട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ M. ലിജുവിനെ ജയിപ്പിക്കണം. M. ലിജുവിനെ ജയിപ്പിച്ചാൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകുമെങ്കിൽ നിശ്ചയമായിട്ടും കായംകുളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA, ആ MLA കേരള മന്ത്രിസഭയുടെ അംഗവുമായി തീരും എന്നുള്ള കാര്യത്തിൽ അവർ സംശയം വേണ്ട. ഇല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് അദ്ദേഹത്തെ തന്നെ പിടിച്ച് അല്ലെങ്കിൽ ആ ഗവൺമെന്റ് കഴുത്തിൽ പിടിച്ച് കൊണ്ടുവന്ന കാര്യം ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട KSRTC ബസ് സ്റ്റാൻഡ്, നമ്മൾ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡ് വന്നാടൊരു പുതുക്കി പണിയും. ഇപ്പോൾ KSRTC സ്റ്റാൻഡിന്റെ സ്ഥാനത്ത് വലിയ അഗാധ ഗർത്തമാണുള്ളത്, ഒരു കല്ലുണ്ട്, അവിടെയും നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ബോർഡുണ്ട്. അപ്പോൾ വികസനം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടണം. കായംകുളത്തിന്റെ ജനപ്രതിനിധിയാകുവാൻ M. ലിജു എന്ന് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു സത്യം. ഈ കായംകുളം എന്ന നാടിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിത് ചിന്തിക്കേണ്ടത് ഇന്നത്തെ കായംകുളത്തേക്കല്ല, അടുത്ത 50 വർഷം കഴിഞ്ഞുള്ള കായംകുളം എങ്ങനെയാകണമെന്ന് ഇന്നേ ചിന്തിക്കുന്നിടത്താണ് ജനപ്രതിനിധിയുടെ ഭാവന. ഞാൻ ആഗ്രഹിക്കുന്നു 50 വർഷം കഴിഞ്ഞുള്ള കായംകുളം എങ്ങനെയാകണമെന്നതിനെ കുറിച്ച് അന്താരാഷ്ട്ര പ്രശസ്തമായ ഏജൻസികൾ ഉൾപ്പെടെ പഠിച്ച് ആ ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് ഇവിടുത്തെ ലോക്കൽ ബോഡികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്ത് കായംകുളത്തെ ജനവിഭാഗങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് എവിടെയൊക്കെ റോഡുകൾ, എവിടെയൊക്കെ പാലങ്ങൾ, എവിടെയൊക്കെ മേൽപ്പാലങ്ങൾ, എവിടെയൊക്കെ കനാലുകൾ ശുദ്ധീകരിക്കപ്പെടണം, എവിടെയൊക്കെ പുതിയ സ്ഥാപനങ്ങൾ വരണം, എവിടെയൊക്കെ സ്കിൽ സെന്ററുകൾ വരണം, ഭാവിയിലെ തൊഴിലുകളെ മുൻനിർത്തി എത്ര പരിശീലന കേന്ദ്രങ്ങൾ വരണം, ഇതൊക്കെ അടങ്ങുന്ന ഒരു വികസന രേഖയുടെ അടിസ്ഥാനത്തിൽ, ദീർഘകാല പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കായംകുളത്തിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മണ്ഡലം ചെയർമാൻ A. ശുഭദേവ് അധ്യക്ഷനായി. നേതാക്കളായ ജോൺസൺ അബ്രഹാം, E. സമീർ, N. രവി, ത്രിവിക്രമൻ തമ്പി, H. ബഷീർകുട്ടി, ചിറപ്പുറത്ത് മുരളി, AM കബീർ, S. രാജേന്ദ്രൻ, അരിത ബാബു, സുശീല വിശംഭരൻ, ബിജു ഡേവിഡ്, S. ബിന്ദിഷ്, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. ലിജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പര്യടന പരിപാടി ആരംഭിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.